ഭർത്താവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഭാര്യ ഇന്നലെ നമ്മൾ ഓഫീസിൽ വന്ന്. അതെ ഫ്രണ്ട്സ്, എൻ്റെ ഭർത്താവിന് പറ്റിയ നല്ലൊരു വധുവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മുടെ ഓഫീസിൽ ഒരു ഭാര്യ വന്ന്, ഭാര്യയും ഭർത്താവും കൂടി കേട്ടോ വന്ന്. അവർ വന്നിട്ട് പറഞ്ഞ് ഇതെൻ്റെ ഭർത്താവാണ്, മൂപ്പർക്ക് വേറൊരു വിവാഹം നോക്കാനാണ് നമ്മൾ വന്നത്. പെട്ടെന്ന് ആ വാക്ക് കേട്ടപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് സ്റ്റക്കായി. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി തോന്നി, എന്താണ് ഇത്, ജെനുവിൻ അല്ലേ എന്താണെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ. അപ്പോൾ അവർ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ഭാര്യ തന്നെയാണെന്നുള്ള ബോധ്യപ്പെട്ട്, അപ്പോൾ അങ്ങനെ പറയാനിടയായ സാഹചര്യങ്ങളും പറഞ്ഞ് ശാരീരികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഭർത്താവ് വേറൊരു വിവാഹം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമല്ല എന്ന് തുറന്ന് പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒക്കെ പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ കൺവിൻസ് ആയി. അതുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് പറ്റിയ ഒരു വധുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പലതും പറയാനുണ്ടാവില്ല, നെഗറ്റീവും എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ തോന്നലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു സാഹചര്യമാണ്. സിമ്പിളായിട്ട് ഇങ്ങനെ എന്തിച്ചാൽ മതി. അവർക്കില്ലാത്ത വിഷമമൊന്നും ഇത് കാണുന്ന നമുക്ക് വേണ്ടാലോ. ആ സ്ത്രീക്ക്, ആ ഭാര്യയ്ക്ക് ഓക്കെയാണ് അവരെ വേറെ വിവാഹം ചെയ്യുന്നതിന്, അവർക്കും ഓക്കെയാണ്. പിന്നെ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രോക്കർ മാത്രമാണ് ഞാൻ. അത് നമ്മൾ ഈ പ്ലാറ്റ്ഫോം വഴി അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഒരു 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളെയാണ് വേണ്ടത്. മൂപ്പർക്ക് 52 വയസ്സാണ്. അതായത് വിദേശത്ത് ജോലിയാണ്. ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ടേ ഉള്ളൂ. വലിയ പൈസക്കാരൊന്നുമല്ല, ഒരു സാധാ ഫാമിലിയാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നത്. ചില തീരെ ഇതെന്നല്ല, കുഴപ്പമില്ലാത്ത അങ്ങനെ ഉള്ള ഒരു ഫാമിലിയാണ്. മക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിവാഹം ചെയ്താൽ പിന്നെ ഈ ഭാര്യ പറഞ്ഞു, ഞാൻ നിന്ന് നടത്തി കൊടുക്കും ഓളെ കല്യാണം, എൻ്റെ സ്വന്തം അനിയത്തിനെ പോലെ ഞാൻ കെയർ ചെയ്യുകയും ചെയ്യും, ഓളെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ ഞാൻ കെയർ ചെയ്തോളൂ എന്നൊക്കെ അങ്ങനെയും ആ ഭാര്യ പറഞ്ഞു. അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ വേറെ മക്കളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ കല്യാണിക്കാൻ പോകുന്ന പെൺകുട്ടീൻ്റെ വീട്ടിൽ പോയി വന്നു, അങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ വിദേശത്തേക്ക് പാസ്പോർട്ടൊക്കെ ഉള്ളതാണ്, വിദേശത്തേക്ക് പോലും കൊണ്ടുപോകാനും ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ്. ബാക്കി നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. ഇപ്പോൾ നിലവിൽ ഭാര്യ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, ജെനുവിൻ കേസ് ആണെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടിടത്തോളം കേട്ടിടത്തോളം നല്ല ഫാമിലിയൊക്കെയാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് തന്നെ ചെയ്യണം. അന്വേഷണത്തിലൊന്നും ഒരു കുറവും വരുത്തരുത്. ഇരുകൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് തന്നെ ചെയ്യണം. മുമ്പൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പാർട്ട്ണർ നമുക്ക് മതിയേനു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളൊക്കെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഭാര്യമാരുള്ളതും പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്നേരം ഞാൻ ഈ ഭാര്യമാരുള്ള കേസ് അങ്ങനെ തീരെ ചെയ്യലുമില്ല, ആക്കലുമില്ല. അപ്പോൾ കാരണം ഭാര്യ അറിയാണ്ട് രഹസ്യമായിട്ട് നടത്തി തരണം എന്നൊന്നും പറയാൻ നമുക്ക് റെഡിയാവില്ല. ഒരു ശാപം മാവും പോലെയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിൽക്കലില്ലേനു. അതുകൊണ്ട് ഇവരൊന്നും കോൺടാക്റ്റ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടും ഇല്ലേനു. അപ്പോൾ അതൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ മുമ്പ് പറഞ്ഞ ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ, 45-ൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ പിന്നെ ഭാര്യമാർ അറിയാണ്ട് ഒളിച്ചിട്ടൊന്നും അല്ലല്ലോ, ഇത് ഭാര്യ തന്നെ പറയുകയാണല്ലോ എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ആളെ എന്ന്. അപ്പോൾ അതിലൊരു തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇസ്ലാമികപരമായിട്ടാണെങ്കിലും ഭാര്യൻ്റെ സമ്മതമുണ്ട്. പിന്നെ വേറെ വിവാഹം ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ല. അതിന് കറക്റ്റായ കാരണങ്ങളുണ്ട്. വേറൊരു തെറ്റിലേക്കും പോകാതിരിക്കാനാണ്, നല്ല ദീനിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഒരു വിവാഹം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആരും നെഗറ്റീവ് അതും ഇതും ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊന്നും കാണിക്കരുത്. ഒന്നേ അറിയാനുള്ളൂ, നിങ്ങളെ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പിയാപ്ലേനെ ഒന്ന് കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കല്യാണം ഞാൻ നോക്കും. ഭാര്യ അറിയാണ്ട് രഹസ്യമായിട്ട് നൈസായിട്ട് കെട്ടുന്നോളൊന്നും വിളിക്കണ്ട. എല്ലാത്ത ആൾക്കാർക്കൊക്കെ വിളിക്കുക. പിന്നെ എന്ത് പ്രശ്നമുള്ളവർക്കൊക്കെ വിളിക്കുക. ഈ ഒരു നമ്പറിൽ ഈ ഒരു 2 ദിവസം ഈ പെണ്ണുങ്ങൾ മാത്രം ഒന്ന് വിളിക്കണം. കാരണം പെട്ടെന്ന് അവർക്ക് റെഡിയായി കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം അവർക്ക് പോകാനൊക്കെ ഉള്ളതാണ്. ഒരു 45-ൻ്റെ ഉള്ളിലുള്ള ഈ കണ്ടീഷൻസൊക്കെ ഓക്കെ ഉള്ള, പിന്നെ ബാധ്യതകൾ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത, ഇപ്പം മക്കളൊക്കെ ഉണ്ട്, വലിയ മക്കൾ പോലൊക്കെ സെറ്റിൽ, അതൊന്നും ആകുന്ന വിഷയമൊന്നുമില്ല. പിന്നെ സ്വന്തം വീടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇടയ്ക്കങ്ങനെ വന്നും പോയോ അങ്ങനെ പിന്നെ വിദേശത്ത് പോവുകയും ചെയ്യാം. ഇങ്ങോട്ട് വരാൻ വലിയ താല്പര്യം, ഇങ്ങോട്ട് വരാണ്ട് അവിടെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഫാമിലി ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടോ. ദൂരം പ്രശ്നമില്ല, എന്നാലും അടുത്തൊക്കെ വന്നാൽ കുഴപ്പമില്ല. ഇവർ മലപ്പുറം ജില്ലയാണ്. തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആരും ചൊറിയുന്ന കമൻറ്റ് ഇട്ടുകൂടരുത് കേട്ടോ. ഓരോരുത്തരുടെ സാഹചര്യമാണ്. ഭാര്യ വന്നിട്ട് അത്രയും കോൺഫിഡൻറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുന്നതാണ്, വിഷയമൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും.